സങ്കീർത്തനം 45:1. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകോൽ പോലെയാകുന്നു. ഈ സങ്കീർത്തനം വളരെ അമേസിംഗ് ആണ്. കാരണം ഈ സങ്കീർത്തനം മുഴുവനും വായിക്കുമ്പോൾ പഴയ നിയമത്തിലേക്ക് നമ്മളെ കണക്ട് ചെയ്യും. ഞാൻ ഇന്ന് പെട്ടെന്ന് ഓർത്തൊരു കാര്യമാണ്. മോഹൻലാലും മമ്മൂട്ടിയും കർത്താവിനെ അറിഞ്ഞിരുന്നുവെങ്കിൽ ലോകം മുഴുവനും, കേരളം മുഴുവനും ഒന്ന് യേശു കർത്താവിനെ അറിഞ്ഞിരുന്നതിനെ നമ്മൾ വിചാരിക്കുന്നുവെങ്കിൽ തെറ്റാണ്. കാരണം ഒരാൾ അറിഞ്ഞതുകൊണ്ട് ഒരാൾ ഫോളോ ചെയ്യാനല്ല യേശു കർത്താവ് പറയുന്നത്. അതാണ് അബ്രഹാമിൻ്റെയും ലാസറിൻ്റെയും കഥയിലൂടെ പറയുന്നത്. ആര് പോയി പറഞ്ഞാലും കേൾക്കില്ല. അവരുടെ ഹൃദയത്തിൽ അവർ സൃഷ്ടാവിനെ കണ്ടുമുട്ടണം. അത് അവസരങ്ങൾ ദൈവം കൊടുക്കും. ഹല്ലേലൂയ. ഇത് നമ്മുടെ ഹൃദയത്തിൽ ശുഭവചനങ്ങളാലെ നമ്മുടെ ഒരു ലേഖകന് എഴുത്തെഴുതാൻ റെഡിയായിരിക്കും. സമർത്ഥനായ ഒരു ലേഖകൻ്റെ എഴുത്തുപേന പോലെ നമ്മുടെ ഹൃദയമായിരിക്കട്ടെ. നമ്മുടെ ഹൃദയത്തിൽ വചനം നിറഞ്ഞു തുളുമ്പട്ടെ. കഷ്ടങ്ങളിലും ശോധനകളിലും ആ വചനം നമ്മളെ ക്രിയ ചെയ്യും. അവൻ ആത്മാവിനാൽ നമ്മുടെ ഉള്ളത്തിലിരിക്കുന്നു. ആത്മാവിനാൽ അവൻ നമ്മുടെ ഉള്ളത്തിലിരിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ? അവൻ ഫുള്ളായിട്ട് അവൻ്റെ പ്രസൻസ് നമ്മുടെ അകത്തിരിക്കുന്നു, നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ആത്മാവിനാൽ. ഹല്ലേലൂയ. ഫുൾനെസ്. വിശ്വസിക്കുന്നതോറും അത് വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. വാട്ട് ഈസ് ഇമ്പോസിബിൾ? അവനിൽ തന്നെ റിജോയ്സ് ചെയ്യുക. നെവർ ഗിവ് അപ്പ്. മനുഷ്യരിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുക. നമ്മെ അണിയിച്ചിരിക്കുന്ന വസ്ത്രങ്ങളെ ഓർക്കുമ്പോൾ, നമുക്ക് തന്ന ഭാഗ്യത്തെ ഓർക്കുമ്പോൾ എങ്ങനെ മിണ്ടാതിരിക്കും? എല്ലാവരും കർത്താവിനെ സ്തുതിക്കും, സ്തോത്രം ചെയ്യും. ആമേൻ. വിശ്വസിച്ച് ആമേൻ പറഞ്ഞോളൂ. ദൈവം വൻ കാര്യങ്ങളെ നമ്മുടെ കേരളത്തിൽ തന്നെ ചെയ്യാൻ പോവുകയാണ്.